പാലത്തായി പീഡനക്കേസ് പ്രതി കെ പത്മരാജന് സർക്കാർ പരോൾ അനുവദിച്ചത് CPM-BJP പരസ്യബന്ധത്തിന്റെ തെളിവാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. പരാജയം മുന്നിൽ കണ്ട് CPM-BJPയുമായി ബാന്ധവത്തിലേർപ്പെടുകയാണ്. ചട്ടം ലംഘിച്ചാണ് പത്മരാജന് പരോൾ അനുവദിച്ചതെന്നും PMA സലാം മീഡിയ വണിനോട് പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മീഡിയയോട് സംസാരിക്കുകയാണ്. പാലത്തായി കേസിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ശിക്ഷിച്ചകത്ത് കിടന്ന ഒരാൾ 3 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ 1 മാസ പരോളിലേക്ക് വരികയാണ്. എങ്ങനെയാണ് BJP-കാരനെ പ്രതി കൂടിയാണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് കേരളത്തിൽ? BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാരയല്ല, പരസ്യമായ ബാന്ധവം കേരള ജനത മനസ്സിലാക്കിയതാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ്. പരോള് അനുവദിക്കുന്നതിനുള്ള എല്ലാ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും മറികടന്നുകൊണ്ടാണ് ഈ പരോൾ നൽകിയിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ BJP അല്ല RSസുമായിട്ടുള്ള ബന്ധം CPM-ന്റെ ബന്ധത്തെ തുടർന്ന് ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമം നടന്നു പറഞ്ഞു. അപ്പോൾ ആ ബന്ധം സ്ഥിരീകരിക്കുകയാണോ ഈ വിഷയത്തിൽ? ഇതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും MLA-മാരടക്കമുള്ള പലരും ഈ പ്രതിക്ക് അനുകൂലമായി പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. പ്രതിയെ രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ കോടതി ശക്തമായ നിലപാടെടുത്തു, ശിക്ഷ വിധിച്ചിട്ടും ഇദ്ദേഹത്തെ ഇതുപോലെ മറ്റു മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ പ്രതികളായ കേസുകളിലെ ആ പ്രതികളെ പുറത്തുവിടുന്ന പോലെ BJP-യുടെ പ്രതിയെയും പുറത്തുവിടുകയാണ്. പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് BJP-യുമായി പരസ്യമായ ധാരണക്ക് CPM ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണിത്, അടയാളമാണ്. UDF-ന്റെ സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോൾ പൂർത്തീകരിക്കും. അല്ല, അത് ഏതാണ്ട് പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലായിപ്പോഴുള്ളത്. UDF-ന്റെ ജാഥ നടക്കുന്നുണ്ട്. UDF നേതാക്കന്മാരൊക്കെ ജാഥയിൽ സജീവമായതുകൊണ്ട് ഇപ്പോൾ ചർച്ചകൾ സജീവമായി പോകുന്നില്ല. എന്നിരുന്നാലും കാര്യമായ തർക്കങ്ങളോ ഒന്നുമില്ല. ചില കാര്യങ്ങളിൽ അവസാന രൂപം കാണേണ്ടതുണ്ട്, അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തീർക്കാൻ കഴിയും. ഒരു സമയത്തിൻ്റെ ഒരു അസൗകര്യം കാരണമാണ് നീണ്ടുപോകുന്നത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ എപ്പോൾ പ്രഖ്യാപിക്കുന്ന കരുതാം? അല്ല, അതിൻ്റെ സമയമാകുമ്പോൾ മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കും. കാരണം ഇലക്ഷൻ്റെ ഷെഡ്യൂള് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കാനുണ്ട്, അത് കഴിഞ്ഞ് ഡിക്ലറേഷൻ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ അനുസൃതമായി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. പാർട്ടി ജനറൽ സെക്രട്ടറി മത്സരരംഗത്തുണ്ടാവുമോ? അല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം പുറത്തു വന്നാലേ പറയാൻ പറ്റും. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.